ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ UGC നെറ്റ് JRF സൈക്കോളജി സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. സോ UGC നെറ്റ് എക്സാം എന്ന് പറയുമ്പം നമുക്കറിയാം പേപ്പർ 1, പേപ്പർ 2 എന്ന് പറയുന്ന രണ്ട് പോർഷൻസ് ആയിട്ടാണ് നമ്മളൊരു പേപ്പറിൽ എക്സാം എഴുതുമ്പം സിലബസ് കവർ ചെയ്യുന്നത്. ടോട്ടലി നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ് UGC നെറ്റ് എക്സാമിൽ നമ്മൾ എഴുതുന്നത്. നെഗറ്റീവ് മാർക്സ് ഇല്ല. ഓരോ കറക്റ്റ് ആൻസേഴ്സിനും നമുക്ക് 2 മാർക്സ് ആണ് അവെയിൽ ചെയ്ത് കിട്ടുന്നത്. 3 മണിക്കൂറിൻ്റെ എക്സാം ആണ് നമ്മൾ ഈ 150 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്. സോ ഈ ഒരു 3 മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിലുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ ആൻസർ ചെയ്യുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ എങ്ങനെ ഈ ഒരു സിലബസ് സ്മാർട്ട്ലി നമ്മൾ എങ്ങനെ കവർ ചെയ്യും, എങ്ങനെയാണ് നമ്മൾ ആ ഒരു ആൻസേഴ്സിലേക്ക് എത്തുക എന്നുള്ളൊരു പ്രൊസീജിയറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നമ്മൾ സൈക്കോളജിയിലേക്ക് കവർ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കറിയാം ടോട്ടലി നമുക്ക് 10 മൊഡ്യൂൾസ് ആണ് ഉള്ളത് സിലബസിൽ. ഈ ഓരോ മൊഡ്യൂൾസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഓരോന്നുണ്ടാവാം. ചില മൊഡ്യൂൾസിൽ ആ മൊഡ്യൂൾസിൻ്റെ അണ്ടറിൽ തന്നെ മേജർ ടോപ്പിക്സും സബ് ടോപ്പിക്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. ചിലതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ ഓരോ എക്സാം പാറ്റേൺസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് പോർഷനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. സോ അത്തരത്തിലുള്ള ഒരു സൈക്കോളജി സിലബസിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. സോ സൈക്കോളജി സിലബസിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പം 10 മൊഡ്യൂൾസ് ആണ് ഈ പറഞ്ഞ പോലെ നമുക്ക് കവർ ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് സൈക്കോളജി ആണ്. ഈ എമർജൻസ് ഓഫ് സൈക്കോളജി എന്നുള്ള ഈ യൂണിറ്റിന്റെ അണ്ടറിൽ തന്നെ നമുക്ക് 4 മേജർ ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജി തോട്ട്സ് ഇൻ ഈസ്റ്റേൺ കൺസെപ്റ്റ്സ് ആണ്. ഇവിടെ നമുക്ക് മേജർലി കവർ ചെയ്യാനുള്ളത് ഇന്ത്യൻ ഓൾഡ് കൺസെപ്റ്റ്സ് ആയിട്ടുള്ള ബുദ്ധിസം, സൂഫിസം, ഭഗവത്ഗീത, ഇന്റഗ്രൽ യോഗ, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകളാണ് കവർ ചെയ്യാനുള്ളത്. ഈ ഓരോ കൺസെപ്റ്റിന്റെ അടിയിലും ഇപ്പം ബുദ്ധിസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോബൽ ട്രൂത്ത്, 8 ഫോൾഡ് പാത്ത്, അങ്ങനെ ഓരോ സബ് ടോപ്പിക്സ് ഉണ്ടാകും. സോ കഴിഞ്ഞ 2 തവണ നടന്ന നെറ്റ് എക്സാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഈസ്റ്റേൺ കൺസെപ്റ്റ്സ് എന്നുള്ളൊരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറുണ്ട്. സോ നമ്മൾ പഠിക്കുമ്പം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആയിട്ട് നമുക്ക് എമർജൻസി ഓഫ് സൈക്കോളജി യൂണിറ്റ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ മേജർ ടോപ്പിക് ഇൻ യൂണിറ്റ് 1 എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺസെപ്റ്റുകളാണ്. ഇതിൽ തന്നെ നമുക്ക് 2 മേജർ സബ് ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ്. ഗ്രീക്ക് ഫിലോസഫേഴ്സിൽ നമ്മൾ അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, റെനെ ഡെക്കാർട്ടെ, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻസും ഇവർ ഓരോരുത്തരുടെയും എന്താണ് ഡിഫറൻസ്, അവർ ഓരോരുത്തരും ഓരോ ടൈം പീരീഡിൽ വന്നിട്ടുള്ളവരായിരിക്കാം, അവരുടെ കൺസെപ്റ്റിൽ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് മേജർ കൺസെപ്റ്റ്, ലൈക്ക് ജോൺ ലോക്കിയുടെ ടാബുല റസ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. രണ്ടാമത് വരുന്നത് മിഡീവൽ ആൻഡ് മോഡേൺ പീരീഡ് ഹിസ്റ്ററി ആണ്. സോ ഓവറോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഓഫ് എമർജൻസി നോക്കുമ്പം നമ്മൾ ഏകദേശം UG PG കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് എങ്ങനെയാണ് ഈ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്ത് വന്നത് എന്ന് പഠിക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് ഏകദേശം കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഈ മിഡീവൽ മോഡേൺ പീരീഡ് ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്നത് സ്കൂൾസ് ഓഫ് സൈക്കോളജി, ലൈക്ക് സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, എങ്ങനെയാണ് ഇപ്പോഴത്തെ സൈക്കോളജി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത്. അതേപോലെ ഫ്രോയിഡിൻ്റെ തിയറീസും കൺസെപ്റ്റുകളും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ലാസ്റ്റ് നോളജ് പാരഡിംസ് എന്നുള്ളൊരു ടോപ്പിക്ക് നമുക്ക് ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യാനുണ്ട്. അവിടെ എങ്ങനെയാണ് ഇന്ത്യൻ കൺസെപ്റ്റുകൾ മോഡേൺ സൈക്കോളജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ പറഞ്ഞ മേജർ 4 ടോപ്പിക്സ് ആണ് യൂണിറ്റ് 1 എമർജൻസി ഓഫ് സൈക്കോളജിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് യൂണിറ്റ് 2 എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പേപ്പർ 1ലും പേപ്പർ 2ലും സൈക്കോളജി എക്സാം എഴുതുന്നവർക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു മൊഡ്യൂളാണ് റിസർച്ച് എന്ന് പറയുന്നത്. സൈക്കോളജിയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടും എക്സ്പ്ലെയിൻഡ് ആയിട്ടും ആയിരിക്കും ഓരോ മെത്തേഡ്സും കവർ ചെയ്ത് പോവുക. സോ റിസർച്ച് മെത്തഡോളജി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അണ്ടറിൽ വരുന്ന മേജർ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റിസർച്ച് എന്നുള്ളൊരു സബ് ടോപ്പിക്കാണ്. അവിടെ എന്താണ് റിസർച്ച്, റിസർച്ചിന്റെ അണ്ടറിൽ വരുന്ന ബേസിക് കൺസെപ്റ്റുകൾ എന്താണ്, ലൈക്ക് എന്താണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ, എന്താണ് ഹൈപ്പോത്തിസിസ്, എന്താണ് വേരിയബിൾസ്, ഇതിന്റെ എല്ലാത്തിൻ്റെയും അണ്ടറിൽ സബ് ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ഈ ഓരോ കാര്യങ്ങളാണ് റിസർച്ച് എന്നുള്ള ഒരു സബ് ടോപ്പിക്കിൽ നമ്മൾ മെയിൻലി പഠിക്കുന്നത്. അടുത്തത് ഡിഫറെൻറ്റ് പാരഡിംസ് ഓഫ് റിസർച്ച് ആണ്. ലൈക്ക് പോസിറ്റിവിസം, എപ്പിസ്റ്റമോളജി, അങ്ങനെ എങ്ങനെയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് റിയാലിറ്റിനെ വ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് നമ്മൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്, അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് പാരഡിംസ് എന്നുള്ളൊരു സബ് ടോപ്പിക്കും ഈ റിസർച്ച് മെത്തഡോളജിയുടെ അണ്ടറിൽ നമ്മൾ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആണ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് നമ്മൾ റിസർച്ചിൽ കവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഉണ്ട്, അതേപോലെ കോറിലേഷൻ റിസർച്ച് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ഉണ്ടാകും. റിസർച്ചിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഡേറ്റ കളക്ഷൻ മെത്തേഡ്സും ഉണ്ടാകും. ലൈക്ക് ഓരോ മെത്തേഡിലും ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്.
അതേപോലെ തന്നെ നമുക്ക് പ്രോസസ് ഓഫ് റിസർച്ച് എന്നുള്ളൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു റിസർച്ച് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നത്, അവിടെ തൊട്ട് റിപ്പോർട്ടിംഗ് ഓഫ് റിസർച്ച് വരെയുള്ള ആ ഹോൾ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ കഴിഞ്ഞ എക്സാമിലാണെങ്കിലും റിസർച്ച് പ്രോസസ്സിന്റെ സ്റ്റെപ്പുകൾ തന്നിട്ട് നമ്മളത് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. സോ റിസർച്ച് പ്രോസസ്സും നല്ലപോലെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തൊരു മേജർ ടോപ്പിക്, അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് നമുക്ക് തോന്നുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി ആണ്. കാരണം നമ്മൾ പേപ്പർ 1 സ്റ്റാറ്റിസ്റ്റിക്സ് അത്ര എക്സ്റ്റെൻഡ് ആയിട്ട് നമ്മൾ പഠിക്കാറില്ല. സോ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജിയിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ്. നമുക്കറിയാം റിസർച്ച് പ്രോസസ്സ് എടുക്കുമ്പോൾ തന്നെ അതിലുള്ള ഒരു മേജർ സ്റ്റെപ്പാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് രീതിയിലുള്ള കൺസെപ്റ്റുകൾ അതിൽ അണ്ടറിൽ തന്നെ വരുന്നുണ്ട്. ലൈക്ക് എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ അസംഷൻസ് എന്താണ് സ്ക്യൂനെസ്, കർട്ടോസിസ്, ഇത് ഓരോന്നും മെഷർ ചെയ്യാനും അത് നമ്മുടെ ടെസ്റ്റിന് അത് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ടും ഓരോ ടെസ്റ്റുകളും നമുക്ക് പഠിക്കാനുണ്ട്. സോ അത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നീട് വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളെ തന്നെ നമ്മൾ നമ്മുടെ സൈക്കോളജി പേപ്പറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഒന്ന് കോറിലേഷൻ അനാലിസിസ്, അതേപോലെ റിഗ്രഷൻ, ഫാക്ടർ അനാലിസിസ്, എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ്. ഇതിൻ്റെ ഓരോത്തിൻ്റെയും അണ്ടറിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പുകളും ഓരോന്നും മെഷർ ചെയ്യാൻ ഡിഫറെൻറ്റ് ടെസ്റ്റുകളും ഉണ്ട്. ലൈക്ക് കോറിലേഷനിലേക്ക് വരുമ്പം ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു കോറിലേഷൻ ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ടെസ്റ്റ് ഉപയോഗിക്കും. റിഗ്രഷനും അതേപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിനും ഓരോന്നും യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസും ഡിഫറൻസും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ ഇത്രയും മേജർ ടോപ്പിക്സ് ആണ് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഈ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ യൂണിറ്റ് 3, അടുത്തത് സൈക്കോളജി ടെസ്റ്റിംഗ് എന്ന് പറയുന്ന യൂണിറ്റ് 3 ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ മേജർലി ഫോക്കസ് ചെയ്യുന്നത് സൈക്കോളജി ഇവാലുവേഷനിലേക്ക് ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പം എന്താണ് സൈക്കോളജി ടെസ്റ്റിംഗ്, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പുകളാണ് നമുക്ക് അതിൽ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് സൈക്കോളജി ടെസ്റ്റിംഗ് എന്നുള്ളൊരു മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്ന മേജർ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളാണ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ട്. ലൈക്ക് വേർബൽ ടെസ്റ്റ്, നോൺ വേർബൽ ടെസ്റ്റ്, പവർ ടെസ്റ്റ്, സ്പീഡ് ടെസ്റ്റ്, അതേപോലെ ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്, ഇതുപോലെ ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ഉണ്ട്. ഈ ഓരോ ടെസ്റ്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഓരോന്നും ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഡേറ്റയാണ് നമുക്ക് കിട്ടുന്നത്, എന്താണ് അതിൻ്റെ വ്യത്യാസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടെസ്റ്റും നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. അടുത്തൊരു മേജർ ടോപ്പിക് എന്ന് പറയുന്നത് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീസൺ എക്സാം പാറ്റേൺസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ഈ മേജർ സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. എങ്ങനെയാണ് ഒരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുക, ആദ്യം നമ്മൾ ഐറ്റംസ് റൈറ്റ് ചെയ്യുന്നു, അവിടെ തൊട്ടൊരു മാനുവൽ പ്രിപ്പറേഷൻ വരെയുള്ള ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് വരുന്നത് ഇനി ടെസ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം അതിനെ എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു, എന്താണ് റിലയബിലിറ്റി, വാലിഡിറ്റി, നോംസ്, ഇതിൽ ഓരോന്നിൻ്റെയും ടൈപ്പുകളും ടെസ്റ്റുകളും വരുന്ന ഒരു മേജർ ടോപ്പിക്കാണ് ടെസ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത മേജർ ടോപ്പിക് എന്ന് പറയുന്നത് ഏരിയാസ് ഓഫ് ടെസ്റ്റിംഗ് ആണ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് പാറ്റേൺസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഏരിയാസിലും ടെസ്റ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം സൈക്കോളജിയിലേക്ക് നോക്കുവാണെങ്കിൽ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ ഉണ്ടാകാം. അതിൻ്റെ അണ്ടറിൽ വെഷ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയില്, അതേപോലെ തന്നെ ആൽഫ്രഡ് ബിനറ്റ് ഇൻ്റലിജൻസ് സ്കെയില്, അങ്ങനെ ഡിഫറെൻറ്റ് ഇൻ്റലിജൻസ് സ്കെയില് തന്നെ ഉണ്ട്. അതിലല്ലാതെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകൾ, അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ടെസ്റ്റിങ്ങും ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ലാസ്റ്റത്തെ മേജർ പോയിന്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ടെസ്റ്റസ് ഇൻ വേരിയസ് സെറ്റിംഗ് ആണ്. ഈ ഓരോ ടെസ്റ്റിങ്ങും നമ്മൾ വ്യത്യസ്തമായ ഏരിയാസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവാം. സ്കൂൾ സെറ്റിംഗ് ആവാം, കൗൺസിലിംഗ് ആകാം. സോ അതിലുണ്ടാവുന്ന ഡിഫറൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ലാസ്റ്റ് മേജർ ടോപ്പിക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് യൂണിറ്റ് 4, ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നതാണ് നമ്മുടെ സൈക്കോളജി സിലബസിൽ യൂണിറ്റ് 4 എന്ന് പറയുന്നത്. സൈക്കോളജിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൊഡ്യൂളാണ് ബയോളജിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വരുന്ന മേജർ ടോപ്പിക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻസറി സിസ്റ്റംസ് ആണ്. നമ്മുടെ ഇയർ, ഐ, അങ്ങനെ ഓഡിറ്ററി സിസ്റ്റം, വിഷ്വൽ സിസ്റ്റം, ഇങ്ങനെ ഡിഫറെൻറ്റ് സിസ്റ്റംസ് നമ്മുടെ സെൻസറി സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ ഓരോന്നിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. ഇപ്പം ഐ തന്നെ എടുക്കുവാണെങ്കിൽ വിഷ്വൽ സിസ്റ്റം, ഈ വിഷ്വൽ സിസ്റ്റത്തിൻ്റെ ഡയഗ്രം എന്താണ്, അതിൽ വരുന്ന ഓരോ പാർട്സും സ്റ്റെപ്സും അതിൻ്റെ പാത്വേ എന്താണ്, ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ടും സ്റ്റെപ്പുകളായിട്ടും ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. സോ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയുമാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി വരുന്ന ഒരു ഏരിയയുമാണ്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ബയോളജിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെൻസറി സിസ്റ്റത്തിൽ നമ്മൾ ഒരുപാട് ബേസിക് കൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്. ലൈക്ക് എന്താണ് ഒരു റിസപ്റ്റർ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. സെക്കൻഡ് മേജർ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്.
ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കൺസെപ്റ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. ലൈക്ക് ആദ്യം തന്നെ എന്താണ് നെർവസ് സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ വരുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ്, പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താണ്, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ന്യൂറോൺസിലേക്ക് വരുമ്പോൾ തന്നെ ഡിഫറെന്റ് ടൈപ്പുകളും ഓരോന്നിന്റെയും വ്യത്യാസം എന്താണ്, ബ്രെയിനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഏത് ഏരിയയിൽ ഏത് ന്യൂറോൺസ് ആണ് കൂടുതലുള്ളത്, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റിൽ അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് മേജർ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻവേസീവ് നോൺ ഇൻവേസീവ് മെത്തേഡ്സ് ആണ്. ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്സ് ആണ് ഈ ഇൻവേസീവ് നോൺ ഇൻവേസീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ ഇതിന് ഓരോന്നിനെയും അണ്ടറിൽ ഡിഫറെന്റ് ടെസ്റ്റുകൾ ഉണ്ട്. ഇൻവേസീവ് ആണെങ്കിൽ കെമിക്കൽ ടെസ്റ്റുകൾ ഉണ്ട്, ലീഷൻ ടെസ്റ്റുകൾ ഉണ്ട്. ഇനി നോൺ ഇൻവേസീവ് ആണെങ്കിൽ EEG, MRI, FMRI അങ്ങനെ ഡിഫറെന്റ് ടെസ്റ്റുകൾ ഉണ്ട്. ഈ ഓരോ ടെസ്റ്റും ഉപയോഗിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഏത് ടൈപ്പ് ഓഫ് ക്ലൈന്റിലാണ് നമുക്ക് ഓരോ ടെസ്റ്റും ഉപയോഗിക്കാൻ പറ്റുക, അതിന്റെ ഡിസഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും അങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ നോക്കാനുണ്ട്. നെക്സ്റ്റ് മേജർ ടോപ്പിക് എന്ന് പറയുന്നത് മസ്കുലാർ ആൻഡ് ഗ്ലാൻഡുലാർ സിസ്റ്റംസ് ആണ്. ഇവിടെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസ്, അത് ഏത് ബോഡി പാർട്ടിൽ വരുന്നു, ഓരോ ടൈപ്പ് ഓഫ് ഗ്ലാൻഡ്സും അതിന്റെ സെക്രീഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മെയിൻ ആയിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതേപോലെ ഹൈപ്പോതലാമസ്, ഇതൊക്കെ നമുക്കറിയാം ഹോർമോൺ റെഗുലേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് കൺസെപ്റ്റിൽ അതിൽ ഫോക്കസ് ചെയ്യാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് മസ്കുലാർ ആൻഡ് ഗ്ലാൻഡുലാർ സിസ്റ്റത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ബയോളജിക്കൽ ബേസിസ് ഓഫ് മോട്ടിവേഷൻ ആണ്. ഇവിടെ നമ്മൾ നമ്മുടെ ബോഡിയിലുള്ള ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ്, സ്ലീപ്പ് ഇങ്ങനെ ഓരോ സൈക്കിൾസ് ഓഫ് ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ക്യാരി ഓൺ ചെയ്ത് പോകുന്നുണ്ട്. ഈ സൈക്കിൾസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബ്രെയിനിന്റെ ഏരിയാസ് എന്താണ്, ബ്രെയിനിന് തന്നെ ഓവറോൾ നമ്മൾ എന്തൊക്കെ പാർട്സ് ആയിട്ട് പഠിക്കുന്നു, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, വരുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബയോളജിക്കൽ ബേസിസ് ഓഫ് മോട്ടിവേഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് ജനറ്റിക് ആൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് വരുന്നത്. അവിടെ നമ്മൾ മെയിൻലി ക്രോമസോമൽ അനോമാലീസും നേച്ചർ വേഴ്സസ് നർച്ചർ കോൺട്രവേഴ്സീസും അത്തരത്തിലുള്ള കൺസെപ്റ്റുകളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ക്രോമസോമൽ അനോമാലീസിന്റെ അണ്ടറിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പുകളും ലൈക്ക് എഡ്വേർഡ് സിൻഡ്രം, പട്ടാവോ സിൻഡ്രം അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ നോക്കുമ്പോൾ ഒരു വാസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ്, എന്നാൽ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൊഡ്യൂൾ കൂടെ തന്നെയാണ് ഈ യൂണിറ്റ് 4 ബയോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 5. യൂണിറ്റ് 5 എന്ന് പറയുമ്പം ഒരു വലിയ മൊഡ്യൂളാണ്. ഇതിന്റെ അണ്ടറിൽ തന്നെ 3 മൊഡ്യൂൾസ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അറ്റൻഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. അറ്റൻഷൻ പെർസെപ്ഷനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം ആദ്യത്തെ ഒരു മേജർ ടോപ്പിക് എന്ന് പറയുന്നത് അറ്റൻഷൻ എന്നുള്ളൊരു സബ് ടോപ്പിക്കാണ്. അതിന്റെ അണ്ടറിൽ എന്താണ് അറ്റൻഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറ്റൻഷൻ എന്താണ്, അറ്റൻഷന് ഡിഫറെന്റ് തിയറീസ് ലൈക്ക് ഏർലി സെലക്ഷൻ തിയറീസ് ഉണ്ട്, ലേറ്റ് സെലക്ഷൻ തിയറീസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പെർസെപ്ഷനിലേക്ക് വരുമ്പം ആദ്യം തന്നെ അപ്രോച്ചസ് ടു സ്റ്റഡി പെർസെപ്ഷൻ ആണ്. ഡിഫറെന്റ് അപ്രോച്ചസ് സൈക്കോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മേജർലി ഫോക്കസിന്റെ അപ്രോച്ചസ് ആയിട്ടുള്ള ഗെസ്റ്റാൾട്ട് അപ്രോച്ച്, ഫിസിയോളജിക്കൽ അപ്രോച്ച്, ഇൻഫോർമേഷൻ പ്രോസസിംഗ് അപ്രോച്ച്, ഈ ഓരോ അപ്രോച്ചിലും വരുന്ന ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ മേജർ കൺസെപ്റ്റുകളാണ് അപ്രോച്ചസ് ടു സ്റ്റഡി പെർസെപ്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ ആണ്. ഇവിടെയാണ് നമ്മൾ ഓഡിറ്ററി, അതേപോലെ തന്നെ കളർ പെർസെപ്ഷൻ തിയറീസും പിന്നെ പെർസെപ്ച്വൽ കോൺസ്റ്റൻസി എന്താണ്, അതിൽ തന്നെ വരുന്ന ഓരോ ഡിഫറെന്റ് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ നമ്മൾ കവർ ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി എന്നുള്ളൊരു ടോപ്പിക്കാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മെയിൻലി നമ്മൾ സൈക്കോ ഫിസിക്സ് എന്നുള്ളൊരു മേജർ ഏരിയ ആണ് കവർ ചെയ്ത് പോകുന്നത്. ലൈക്ക് വെബേഴ്സ് ലോ, ഫെഷ്നേഴ്സ് ലോ, സ്റ്റീവൻസ് പവർ ലോ, അങ്ങനത്തെ ഒരുപാട് ലോസും പിന്നെ സിഗ്നൽ ഡിറ്റക്ഷൻ തിയറിയുടെ എക്സ്പെരിമെന്റ്, അതിന്റെ അണ്ടറിൽ വരുന്ന കൺസെപ്റ്റുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കവർ ചെയ്യുന്നത്. സോ ഈ മേജർ 4 ടോപ്പിക്സ് ആണ് അറ്റൻഷൻ പെർസെപ്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 5 വരുന്ന അടുത്ത മേജർ ഏരിയ ആണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗിൽ തന്നെ വരുന്ന ആദ്യത്തെ മേജർ ടോപ്പിക് ഫണ്ടമെന്റൽ തിയറീസ് ആണ്. ഇവിടെയാണ് നമ്മൾ ഹള്ളിന്റെ ഡ്രൈവ് റിഡക്ഷൻ തിയറി, ഗുത്രയുടെ കോണ്ടിഗ്വിറ്റി തിയറി, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തിയറീസും ആ ഓരോ തിയറീസും വരുന്നത് ഓരോ ടൈം പീരീഡിലായിരിക്കും. എന്തൊക്കെ ഡിഫറെന്റ് കോൺട്രിബ്യൂഷൻസ് ആണ് അതിൽ വരുന്നതെന്നുള്ള കാര്യങ്ങളും ഇവരുടെ ഓരോ ബുക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫണ്ടമെന്റൽ തിയറീസിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ലേണിംഗിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം 2 മേജർ തിയറീസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറീസും അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് തിയറീസും. നെക്സ്റ്റ് മേജർ ടോപ്പിക് ഇൻ യൂണിറ്റ് 5 ലേണിംഗിന്റെ അണ്ടറിൽ വരുന്നത് ബിഹേവിയർ മോഡിഫിക്കേഷൻ. അതിനെ റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളൊരു ടേമിലാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ അണ്ടറിൽ റീഇൻഫോഴ്സ്മെന്റ് ടൈപ്സ്, സ്കെഡ്യൂൾസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. മെയിൻലി ബിഹേവിയർ മോഡിഫിക്കേഷന്റെ ആപ്ലിക്കേഷൻസും ലൈക്ക് ഷേപ്പിംഗ്, ചെയിനിങ് അങ്ങനത്തെ ഒരുപാട് കൺസെപ്റ്റുകളാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത്രയും മേജർ ടോപ്പിക്സ് ആണ് ലേണിംഗ് എന്നുള്ള ആ ഒരു സബ് യൂണിറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഈ 5th യൂണിറ്റിൽ വരുന്നത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ 5th യൂണിറ്റിൽ കവർ ചെയ്യുന്ന ഒരു മേജർ ടോപ്പിക് മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് ആണ്. അതിൽ തന്നെ വരുന്നത് എന്താണ് മെമ്മറി, മെമ്മറിയുടെ ടൈപ്സ് അങ്ങനത്തെ ഒരുപാട് കൺസെപ്റ്റുകളാണ്.
മേജർ ടോപ്പിക്സ് എന്നതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം ഫസ്റ്റ് വരുന്നത് പ്രോസസ് ഓഫ് മെമ്മറിയാണ്. സ്റ്റോറേജ്, റിട്രൈവൽ, എൻകോഡിങ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളിലൂടെയാണ് മെമ്മറി നമ്മുടെ ഇൻഫോർമേഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് നമ്മളിൽ കിട്ടുമ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ ഓരോ സ്റ്റേജിലും വരുന്ന സബ് സ്റ്റേജസ് എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, പിന്നീട് നമ്മളത് എങ്ങനെ റിട്രൈവ് ചെയ്തെടുക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രോസസ് ഓഫ് മെമ്മറീസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സെക്കൻഡ് വരുന്നത് സ്റ്റേജസ് ഓഫ് മെമ്മറിയാണ്. ഓരോ സ്റ്റേജിലും നമുക്ക് മെമ്മറി എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് ഫോംസ് ആയിട്ട് മാറുവാണ്. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാകും. ഈ ഓരോ സ്റ്റേജിലേക്ക് നമ്മൾ എങ്ങനെ പോകുന്നു, എങ്ങനെ റിഹേഴ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റേജസ് ഓഫ് മെമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ലാസ്റ്റ് ആയിട്ട് ഫോഗറ്റിംഗ് എന്നുള്ള ഏരിയയിൽ നമ്മൾ കാണുന്നത് തിയറീസ് ഓഫ് ഫോഗറ്റിംഗ് ആണ്. ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട്. റിട്രൈവൽ തിയറീസ്, അതേപോലെ ഇൻഹിബിഷൻ തിയറീസ്, എൻകോഡിംഗ് ഫെയിലിയേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് തിയറീസ് ആണ് തിയറീസ് ഓഫ് ഫോഗറ്റിംഗ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ലൈക്ക് അറ്റൻഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി, ഫോഗറ്റിംഗ്, ഇത്രയും മേജർ ടോപ്പിക്സ് അടങ്ങുന്നതാണ് യൂണിറ്റ് 5 എന്ന് പറയുന്നത്. യൂണിറ്റ് 6 അടുത്തത് ഇന്റലിജൻസ്, ക്രിയേറ്റിവിറ്റി, തിങ്കിങ് എന്ന് പറയുന്ന ഒരുപാട് കൺസെപ്റ്റിൽ അടങ്ങുന്നതാണ്. സോ ഫസ്റ്റ് തിങ്കിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം തിങ്കിങ്ങിലേക്ക് പഠിക്കേണ്ടതായിട്ടുള്ള അപ്രോച്ചുകൾ, അതിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, റീസണിങ്, ഇതിൻ്റെയൊക്കെ ഓരോ ടൈപ്പുകളും, അതേപോലെ കൺസെപ്റ്റ് ഫോർമേഷൻ പോലത്തെ കൺസെപ്റ്റുകളുടെ അണ്ടറിൽ വരുന്ന പ്രോസസ്സുകളും, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ തിങ്കിങ് എന്നുള്ള ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്റലിജൻസിലേക്ക് നോക്കുമ്പോൾ മേജർ തിയറീസ് ലൈക്ക് എങ്ങനെ ഇന്റലിജൻസ് ടെസ്റ്റ് ഇവോൾവ് ചെയ്ത് വരുന്നു, ഓരോ തിയറീസും കൊണ്ടുവന്ന പ്രൊപ്പണൻസ് ആരൊക്കെയാണ്, ഈ ഓരോ തിയറീസിലും വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്റലിജൻസ് എന്നുള്ള ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്നത് ക്രിയേറ്റിവിറ്റി എന്നുള്ളൊരു ഏരിയ ആണ്. ഇവിടെയും നമ്മൾ ഡിഫറെൻറ്റ് പ്രൊപ്പണൻസ് നമുക്ക് ഉണ്ടാകാം. ലൈക്ക് ഗ്രഹാം വാലസ്, അതേപോലെ ഓരോ ക്രിയേറ്റിവിറ്റീനെ പറ്റി കൺസെപ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രൊപ്പണൻസ് ആരൊക്കെയാണ്, ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് ഇന്റലിജൻസും ക്രിയേറ്റിവിറ്റിയും നമ്മളൊരു റിലേഷൻഷിപ്പും നമ്മൾ നോക്കുന്നുണ്ട്. ലൈക്ക് അതിൻ്റെ റിലേഷൻഷിപ്പുകളും അതിൻ്റെ റിസർച്ചുകളും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത്രയും മേജർ ടോപ്പിക്സ് ആണ് തിങ്കിങ്, ഇന്റലിജൻസ്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന യൂണിറ്റ് 6 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 7 പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ, ഇമോഷൻ, സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ മേജർലി കവർ ചെയ്യുന്നത്. പേഴ്സണാലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് വാസ്റ്റ് തിയറീസ് ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷേ UGC നെറ്റ് സിലബസ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ അറിയാവുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത ഒരു ഏരിയ ആണ്, എന്നാൽ ഒരു വാസ്റ്റ് ഏരിയ ആണ്. സോ ഒരുപാട് തിയറീസും ഈ ട്രേറ്റ് തിയറീസ്, ടൈപ്പ് തിയറീസ്, എന്തൊക്കെയാണ് നമ്മൾ വ്യത്യാസങ്ങളും അതിൻ്റെ ഓരോന്നിലും വന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പേഴ്സണാലിറ്റി എന്നുള്ള ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത് വരുന്നത് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, അതേപോലെ മോട്ടിവേഷൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ തിയറീസും എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മോട്ടിവേഷണൽ ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇമോഷൻ എന്നുള്ള ഏരിയ ആണ്. ഇമോഷനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ബേസിക് ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഏതൊക്കെയാണ്, ഇമോഷനിൽ വരുന്ന പ്രൊപ്പണൻസ് ആരൊക്കെയാണ്, ഇമോഷൻസിനെയും തിയറീസും ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ഇമോഷൻ റെഗുലേഷൻസ്, അത്തരത്തിലുള്ള കൺസെപ്റ്റ് ആണ് ഇമോഷൻ എന്ന് പറയുന്ന ഏരിയാസിൽ വരുന്നത്. സോ ഇത്രയും ടോപ്പിക്സ് ആണ് പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ, ഇമോഷൻ എന്നുള്ള ഒരുപാട് സബ് യൂണിറ്റുകളായിട്ടുള്ള ഈ 7th യൂണിറ്റിൽ വരുന്നത്. യൂണിറ്റ് 8ലേക്ക് ഫോക്കസ് ചെയ്യുമ്പം സോഷ്യൽ സൈക്കോളജി എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിൻ്റെ അണ്ടറിൽ സോഷ്യൽ സൈക്കോളജിയുടെ നേച്ചർ, ഹിസ്റ്ററി, സോഷ്യൽ സൈക്കോളജി അണ്ടറിൽ വരുന്ന മേജർ ടോപ്പിക്സ് ആയിട്ടുള്ള സോഷ്യൽ പെർസെപ്ഷൻ, അതേപോലെ അട്രിബ്യൂഷൻ തിയറീസ്, ഗ്രൂപ്പ്, സോഷ്യൽ ഇൻഫ്ലുവൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. മേജർലി ഒരു ഏരിയ ഹിസ്റ്ററി, നേച്ചർ, സ്കോപ്പ്, അതിൽ തന്നെ ഏർലി ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, ആ കാര്യങ്ങളും അതിൻ്റെ പ്രൊപ്പണൻസും അവരുടെ കോൺട്രിബ്യൂഷൻസും ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. പിന്നീട് ഗ്രൂപ്പ്, അതേപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസസ് ലൈക്ക് സോഷ്യൽ ഫെസിലിറ്റേഷൻ, സോഷ്യൽ ലോഫിംഗ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കൺസെപ്റ്റുകളും അതിൽ ഓരോ ആൾക്കാരും കണ്ടുപിടിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആണ് കവർ ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഏരിയയിൽ ഹെൽത്ത് സൈക്കോളജിയും സോഷ്യൽ സൈക്കോളജിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും അതിൻ്റെ തിയറീസും ആണ് നമ്മൾ മേജർലി കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 9 ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് യൂണിറ്റ് 9 വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റിലേക്ക് കവർ ചെയ്യുമ്പം ഡെവലപ്മെന്റൽ പ്രോസസ്സുകൾ, അതിൻ്റെ ഓരോ സ്റ്റേജസും, അതേപോലെ ഡെവലപ്മെന്റൽ തിയറീസുമാണ് നമ്മൾ മെയിൻലി കവർ ചെയ്യുന്നത്. ലൈക്ക് ഫ്രോയിഡിന്റെ തിയറി, എറിക്സിന്റെ തിയറി, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് തിയറീസും അവരുടെ ഡിഫറൻസുകളും ഓരോ സ്റ്റേജസും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഏരിയ ആയിട്ടുള്ള സൈക്കോപത്തോളജിയിലേക്ക് നമ്മൾ കാണുമ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു ഏരിയ ആണെങ്കിലും ഒരു ബേസിക് ലെവലിൽ എന്തൊക്കെയാണ് സൈക്കോളജി ഡിസോർഡേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സൈക്കോ തെറാപ്പീസും ഓരോ തെറാപ്പീസ് നമ്മൾ വ്യത്യാസങ്ങളും ലൈക്ക് CBT, REBT, അങ്ങനെ ഓരോ തെറാപ്പീസും അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു, പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ള ഏരിയ ആണ് ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നത്. ലാസ്റ്റ് യൂണിറ്റ് 10th യൂണിറ്റ് എന്ന് പറയുന്നത് എമേർജിംഗ് ഏരിയാസ് എന്നുള്ളൊരു യൂണിറ്റ് ആണ്.
സോ ഇവിടെ നമ്മൾ ഒരു സ്പെസിഫിക് ടോപ്പിക് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് സബ് ടോപ്പിക്കുകൾ ലൈക്ക് ആദ്യം തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഇഷ്യൂസ് ഓഫ് പോവേർട്ടി, ഡിസേബിലിറ്റി എന്നുള്ള ഏരിയ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. എന്തൊക്കെയാണ് ഓരോ ടൈപ്പ് ഓഫ് പോവേർട്ടി, അത് കാരണം ഉണ്ടാവുന്ന സ്റ്റീരിയോ ടൈപ്സും അതിൻ്റെ ഓരോ കൺസെപ്റ്റുകളാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നീട് വരുന്നത് അതിൻ്റെതായിട്ടുള്ള ലൈക്ക് എമേർജിങ് ഏരിയാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സൈക്കോളജിയിലേക്ക് എമേർജ് ചെയ്ത് വരുന്ന ഏരിയാസ് ആണ്. ലൈക്ക് പോസിറ്റീവ് സൈക്കോളജി, അത്തരത്തിലുള്ള കാര്യങ്ങളും തിയറീസും ഫിലോസഫേഴ്സിനും ഒക്കെയാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ ഹെൽത്ത് സൈക്കോളജി ആയിട്ട് ബേസ് ചെയ്ത് വരുന്ന ഡിഫറെൻറ്റ് ഡിസോർഡേഴ്സ് ലൈക്ക് ക്രോണിക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എമേർജിങ് ഏരിയാസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത്രയും മൊഡ്യൂൾസ് ലൈക്ക് 1 തൊട്ട് 10 വരെയുള്ള ഇത്രയും മൊഡ്യൂൾസ് ആണ് സൈക്കോളജി നമ്മൾ കവർ ചെയ്യുന്നത്. ഈ ഓരോ മൊഡ്യൂൾസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, എന്തൊക്കെ ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് UGC NET JRF സൈക്കോളജി സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ സിലബസിൽ ഒരു നോട്ടത്തിൽ നോക്കുമ്പോൾ കാണാത്ത ഒരുപാട് കൺസെപ്റ്റുകൾ ഇതിന് അണ്ടറിൽ ഉണ്ടാവാറുണ്ട് സബ് ടോപ്പിക്സ് ആയിട്ട്. നമ്മൾ എക്സാം അനാലിസിസ് നടത്തുന്നതനുസരിച്ച് ഓരോ ടോപ്പിക്കും ഫോക്കസ് ചെയ്യുക, അതനുസരിച്ച് പഠിക്കുക. സോ അത്രയുമാണ് ഈ ഒരു സൈക്കോളജി സിലബസ് അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. സോ അപ്പം ഇത്രയും 10 മൊഡ്യൂൾസ് അടങ്ങുന്ന ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ UGC NET JRF സിലബസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അറിയാം, ഒരു വാസ്റ്റ് സിലബസ് ആണ് സൈക്കോളജിയിലേക്കും കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മനസ്സിലാക്കുക, അതനുസരിച്ച് പഠിക്കുക എന്ന രീതിയിലേക്ക് വന്നാൽ മാത്രമേ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഓരോ സിലബസും സ്മാർട്ട്ലി നമ്മൾ അനലൈസ് ചെയ്യുക, അതനുസരിച്ച് കവർ ചെയ്യുക, പഠിക്കുക. അങ്ങനെ വേണം നമ്മൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് സൈക്കോളജി സിലബസിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇത് ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക. അടുത്തൊരു വീഡിയോയിൽ നെക്സ്റ്റ് കൺസെപ്റ്റ് ആയിട്ട് കാണാം. താങ്ക് യു.